DRDO പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിരോധ ഏജൻസികളൊക്കെ തന്നെ ഈ ഡിഫൻസ് സംഘടിപ്പിക്കുന്ന ഈ വലിയ എയ്റോ ഇന്ത്യയുടെ പിന്നാമ്പുറത്തുണ്ട്. അവരൊക്കെ തന്നെ ഒരുപക്ഷെ ഏറ്റവും പ്രൊഫഷണലായി സംഘടിപ്പിക്കുന്ന ഒരു എയർ ഷോ ആണിത്. ഇന്ന് ബാംഗ്ലൂരിലെ എലഗംഗയിൽ ഇത് 3-ാം ദിവസമാണ്. 5 ദിവസമാണ് സാധാരണഗതിയിൽ ഈ എയർ ഷോ നീണ്ടു നിൽക്കുക. വിവിധ രാജ്യങ്ങൾ, ഏഷ്യയിലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരുപക്ഷെ ബാംഗ്ലൂരിൻ്റെ ആകാശത്ത് മിന്നിപ്പറക്കുന്ന നമ്മുടെ പ്രതിരോധ രംഗത്തിൻ്റെ വളർച്ചയാണ് അത് കാണിക്കുന്നത്. ഈ എയർ ഷോ കാണാൻ പൊതുജനങ്ങൾക്കും അനുമതിയുണ്ട്. ജനങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾക്ക് ആദ്യം മരൺ ഭൂപ്പറമ്പ് ചെയ്തൊരു സ്റ്റോറിയിലേക്ക് പോകാം. വാട്ട് ഈസ് എയർ ഷോ 2025? അഞ്ചാം തലമുറ പോർവിമാനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ തന്നെയാണ് എയർ ഷോയുടെ മുഖ്യ ആകർഷണം. റഷ്യൻ നിർമ്മിത സുഖോയ് 57, അമേരിക്കയുടെ F-35 എന്നീ പോർവിമാനങ്ങൾ ഒരുമിച്ചെത്തുന്നത് എയ്റോ ഇന്ത്യയുടെ 15-ാം പതിപ്പിന്റെ പ്രധാന പ്രത്യേകതയാണ്. സൂര്യകിരൺ ടീമിന്റെ എയറോബാറ്റിക് സ്റ്റണ്ടും ഇന്ത്യൻ വ്യോമസേനയുടെ മറ്റ് പോർവിമാനങ്ങൾ വിണ്ണിലൊരുക്കുന്ന ചടുലതയും ഇതിനകം കാണികളുടെ മനം കവർന്നു. വ്യോമാഭ്യാസ പ്രകടനത്തിനൊപ്പം ലോകത്തിന്റെ വിവിധ കോണുകളിലെ പ്രതിരോധ കമ്പനികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന സെമിനാറുകളും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നയിക്കുന്ന വിവിധ തലങ്ങളിലെ ചർച്ചകളും പുരോഗമിക്കുകയാണ്. പ്രതിരോധ രംഗത്തെ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മറ്റ് പ്രദർശനങ്ങളും എയ്റോ ഇന്ത്യയുടെ ഭാഗമായുണ്ട്. രാജ്യത്തിന്റെ കരുത്ത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് ഇന്ത്യ. ഇതിലൂടെ പ്രതിരോധ രംഗത്തെ ഉൽപ്പാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കാൻ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. 24 ബംഗളൂരു.